സ്കൂൾ പിക്നിക്കിൽ പഴകിയ ഭക്ഷണം നൽകിയെന്ന് പരാതി. വിദ്യാർത്ഥികൾക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്ന് സ്കൂൾ അധികൃതർ. മേഖലയിലെ സുരക്ഷ ഒമാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി. അപകടകരമായ ഡ്രൈവിംഗ്, തെക്കൻ ബാത്തിനയിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി. സ്കൂൾ പിക്നിക്കിനിടെ കുട്ടികൾക്ക് പഴകിയ ഭക്ഷണം നൽകിയ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ തുകയും മടക്കി നൽകുമെന്ന് ഇന്ത്യൻ സ്കൂൾ ദാർസൈറ്റ് അധികൃതർ അറിയിച്ചു. ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് സ്കൂൾ അധികൃതർ സന്ദേശം അയച്ചു. പിക്നിക്കിനായി കുട്ടികളിൽ നിന്ന് ഈടാക്കിയ മുഴുവൻ തുകയും മടക്കി നൽകാൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചതായും അടുത്ത പ്രവൃത്തി ദിവസമായ ജനുവരി 19 തുക കൈമാറുന്ന നടപടി ആരംഭിക്കുമെന്നും പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശത്തിൽ പറഞ്ഞു. ഇത്തരമൊരു സംഭവം നടക്കാനിടയായതിൽ ഖേദിക്കുന്നുവെന്നും ഭാവിയിൽ ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചതായും പ്രിൻസിപ്പൽ രക്ഷിതാക്കളെ അറിയിച്ചു. 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ജനുവരി 13 റുസൈൽ പാർക്കിലേക്ക് പിക്നിക്കിന് കൊണ്ടുപോയത്. ഗതാഗതം, ഭക്ഷണം ഉൾപ്പെടെ ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും 3.5 റിയാൽ ഈടാക്കിയിരുന്നു. യാത്രക്കിടെ കുട്ടികൾക്ക് നൽകിയ ഭക്ഷണം പഴകിയതായിരുന്നെന്നാണ് പരാതി. പലരും ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചതായും ചില കുട്ടികൾ കഴിച്ചതിന് പിന്നാലെ വയറുവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതായും പരാതിയുണ്ട്. കുട്ടികൾ പരാതി പറഞ്ഞിട്ടും വേറെ ഭക്ഷണം നൽകിയില്ലെന്നും ആരോപണമുണ്ട്. വൈകിട്ട് കുട്ടികൾ അസ്വസ്ഥരായി വീട്ടിലെത്തിയ ശേഷമാണ് പല രക്ഷിതാക്കളും സംഭവം അറിഞ്ഞത്. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സ്കൂൾ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള ഏകീകൃത അറബ് പ്രാദേശിക ശ്രമങ്ങളുടെ ഏകോപനത്തിനായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഖത്തർ, ഇറാഖ്, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ചകൾ നടത്തി. ടെലിഫോണിലൂടെ നടന്ന ചർച്ചയിൽ പ്രാദേശിക സാഹചര്യങ്ങൾ, സംഘർഷം കുറയ്ക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ, സംയുക്ത ശ്രമങ്ങൾ എന്നിവയാണ് പ്രധാനമായും പരിഗണിച്ചത്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രിമാർ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി. സമാധാനപരമായ പരിഹാര മാർഗങ്ങൾ പിന്തുടരണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ചർച്ചയിൽ പറഞ്ഞു. അതേസമയം ഇറാനെതിരെ സൈനിക ആക്രമണം നടത്തുന്നതിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തിരിപ്പിക്കാൻ ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ എന്നിവ ഉൾപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങൾ സജീവ നയതന്ത്ര ശ്രമങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ട്. സൗദിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ അത് മേഖലയിലുടനീളം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് ഇടപെടലെന്ന് അദ്ദേഹം പറഞ്ഞു. തെക്കൻ ബാത്തിനയിൽ പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കും വിധം വാഹനമോടിച്ചതിന് നിരവധി ബൈക്കുകളും വാഹനങ്ങളും തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടിച്ചെടുത്തു. അപകടകരമായ ഡ്രൈവിംഗ്, ഡ്രിഫ്റ്റിംഗ്, പൊതുസമാധാനം ലംഘിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് 8 മോട്ടോർ സൈക്കിളുകളും 2 കാറുകളും പിടിച്ചെടുത്തത്. നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ബൌഷർ വിലായത്തിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് 2 ഏഷ്യൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളുടെ കൈവശം ഹാഷിഷ്, ഹെറോയിൻ, കഞ്ചാവ്, ക്രിസ്റ്റൽ മെത്ത്, മയക്കുമരുന്ന് ഗുളികകൾ എന്നിവ കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കി. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ആരോപി അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.